ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡാം പ്രൂഫ് അടിക്കുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ടെറസിൽ നമ്മൾ അടിക്കുമ്പോഴേതിന് നല്ലതുപോലെ അതിൻ്റെ പായലൊക്കെ വാട്ടർ ഗണ്ണ് കൊണ്ട് അടിച്ച് കഴുകിക്കളയണം. ഗണ്ണിനടിച്ചാലേ കറക്റ്റ് നമ്മൾ പായലും അതിൻ്റെ ഹോളിലുള്ള ചെളിയൊക്കെ നല്ലപോലെ പോകത്തുള്ളൂ. ഫുള്ളായിട്ട് അടിച്ച് കഴുകി കഴിഞ്ഞ് അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫ്ലോർ കിടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡാം പ്രൂഫ് അടിക്കാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ ബ്രഷിൽ ഡാം പ്രൂഫ് എടുത്തിട്ട് സൈഡൊക്കെ നമ്മൾ വരച്ച് കൊടുക്കണം. കാരണം റോളർ അടിക്കുമ്പോഴേതിന് എഡ്ജിലൊന്നും നമുക്ക് റോളർ കയറത്തില്ല. ഫസ്റ്റ് അടിക്കുമ്പോഴേ നമ്മൾ കുറച്ച് ലൂസാക്കണം. 1 ലിറ്ററിൽ ഒരു 300 മില്ലി വെള്ളമെങ്കിലും ചേർത്ത് ലൂസാക്കിയിട്ട് വേണം ഫസ്റ്റ് കോട്ട് അടിക്കാനായിട്ട്. സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും അടിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഡാം പ്രൂഫ് അടിക്കാനായിട്ട്. എങ്കിലേ നമ്മൾ ആ കമ്പനി പറയുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. സൈഡൊക്കെ അടിക്കുമ്പോൾ നല്ലപോലെ ഹോളിനകത്തൊക്കെ കയറുന്ന രീതിയിൽ തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കണം. ചെറിയ ഹോളിൽ പോലും നല്ലപോലെ ഫില്ല് ചെയ്ത് വേണം അടിക്കാനായിട്ട്. റോളറിനടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് സൈഡിലോട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം സെക്കൻഡ് അടിക്കാനായിട്ട്. എങ്കിലേ നല്ലപോലെ ഫില്ലാകത്തുള്ളൂ. ഈ വീടിൻ്റെ ടെറസിൽ ക്രാക്കൊന്നും ഇല്ലായിരുന്നു. പഴയ വീടുകളിലൊക്കെ മുകളിൽ ചെയ്യുമ്പോഴേതിന് ക്രാക്ക് ഉണ്ടെങ്കിൽ അത് ക്രാക്ക് ഫില്ലർ, ഏഷ്യൻ്റെ തന്നെ ക്രാക്ക് ഫില്ലർ ഉണ്ട്, അത് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടിക്കാവുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.